നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പുതിയ സാമൂഹിക ആചാരമാണ് 12ാം ക്ലാസ് കഴിഞ്ഞ ബയോളജി എടുത്ത കുട്ടികൾ ഒരു വർഷം ബ്രേക്ക് എടുത്ത് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നത്. ഡോക്ടർ എന്ന പ്രൊഫഷൻ്റെ സാമൂഹികമായ വിലയും സാമ്പത്തികമായ സുരക്ഷിതത്വവും പരിഗണിച്ചാണ് നീറ്റിന് പുറകിലുള്ള ഈ പരക്കം പാച്ചിൽ. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഈ ദൗർബല്യം മുതലെടുത്ത് വലിയ ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയും ഇവിടെ വളർന്നു വന്നിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യവും കുട്ടികളിൽ ഇതുണ്ടാക്കുന്ന അപകടവും നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. കേരളത്തിലെ സാഹചര്യം പരിശോധിച്ചാൽ ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ 1500-ൽ താഴെ റാങ്ക് ലഭിക്കുന്നവർക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റുകൾക്ക് സാധ്യതയുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ 60 ലക്ഷം മുതൽ 1.5 കോടി വരെ ഫീസ് നൽകി പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പോലും കടുത്ത മത്സരമാണ് നിലനിൽക്കുന്നത്. ഇനി വേറൊരു മാർഗം വിദേശത്ത് പോയി MBBS ചെയ്യുക എന്നതാണ്. എന്നാൽ വിദേശത്ത് പഠിച്ച് പാസ്സായാലും ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏറെ കടമ്പകൾ പിന്നെയും ബാക്കിയുണ്ട്. ഇതെല്ലാം MBBS എന്ന സ്വപ്നം സാധാരണ വിദ്യാർത്ഥികളിൽ നിന്ന് വളരെ അകലെയാക്കുന്നു. തിരിച്ചറിയേണ്ട മറ്റൊരു സത്യം നീറ്റ് പരീക്ഷ എന്നത് കുട്ടികളെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു മത്സര പരീക്ഷ മാത്രമാണ് എന്നതാണ്. ഇതിലൂടെ കുട്ടികൾക്ക് പുതിയ അറിവോ തൊഴിൽ നൈപുണ്യമോ ലഭിക്കുന്നില്ല. വർഷങ്ങളോളം കോച്ചിങ്ങിനായി ചെലവഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ വിലപ്പെട്ട വർഷങ്ങൾ നഷ്ടപ്പെടുകയല്ലാതെ മറ്റു ഗുണമൊന്നുമില്ല. എന്നാൽ ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികമായ ആഘാതം വളരെ വലുതാണ്. ഒരു വർഷം ശ്രമിച്ചു നോക്കുക എന്നത് മാത്രമാണ് ഈ ബ്രേക്കിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ ഉദ്യമത്തിൽ പരാജയപ്പെടുമ്പോൾ കേവലം 17-18 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ വലിയ നിരാശയിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും വാശിയിലേക്കും വീഴുന്നു. മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ പോലും സാധിക്കാത്ത വിധം അവരുടെ ചിന്താഗതി മരവിക്കുന്നു. അതുകൊണ്ടാണ് പലരും 2, 3, 4 വർഷമൊക്കെ നീറ്റ് എക്സാമിന് തയ്യാറെടുക്കാൻ ചെലവഴിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇത് വിദ്യാർത്ഥികളെ ഡിപ്രഷനിലേക്കും ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നു. MBBS മാത്രമല്ല ലോകത്തിലെ മികച്ച കോഴ്സെന്നും വിദ്യാർത്ഥിയുടെ അഭിരുചിക്കാണ് പ്രാധാന്യം എന്നുമുള്ള വസ്തുതകൾ ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. MBBS പാസ്സായാൽ തന്നെയും മികച്ച ശമ്പളമോ ജോലിയോ ലഭിക്കുമെന്ന് നിലവിൽ യാതൊരു ഉറപ്പുമില്ല എന്നിരിക്കെ കുട്ടികളെ ഇതിലേക്ക് തള്ളിവിടുന്ന രക്ഷിതാക്കൾ ഒന്നോർക്കുക. ഒരു വർഷത്തെ ആ ബ്രേക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ജീവിതം തന്നെ ബ്രേക്ക് ഡൗൺ ആക്കിയേക്കാം.